റാഫി കൂടി തുടരുന്നുണ്ട്. റാഫി, ഒരു ഭാഗത്ത് ബെയിലി പാല നിർമ്മാണം പുരോഗമിക്കുന്നു, ഉച്ചയോടുകൂടി പൂർത്തിയാകുമെന്ന് സൈന്യം പറയുന്നു. ഫുഡ് ബ്രിഡ്ജിന്റെ നിർമ്മാണം അത് ഏറെക്കുറെ പൂർത്തിയായി. ഒരു ഭാഗം സൈന്യം അക്കരയിലെത്തി അവിടെയുള്ള തിരച്ചിൽ നടപടികൾക്കൊക്കെ തുടക്കമാകുന്നു. ഇന്ന് ചൂരൽമല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അത് എങ്ങനെയാണ്? എത്ര സംഘങ്ങളായി തിരിഞ്ഞ് എവിടെയൊക്കെ പരിശോധന നടത്താനാണ് ഇന്നത്തെ ദൗത്യ സംഘത്തിന്റെ തീരുമാനം ചൂരൽമലയിൽ? മലയാളം 24 റീജിയനല്ലേ മലയാളം തമിഴ് കുറച്ചല്ലേ ഈ സൈനികർ നിർമ്മിക്കുന്ന ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ഇനി 1 മണിക്കൂറിനുള്ളിൽ ബെയിലി പാല നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ളതാണ് നമ്മളോട് ഇപ്പോൾ സൈനികർ പറഞ്ഞിരിക്കുന്നത്. ഈ 1 മണിക്കൂറിന് ശേഷം ഈ ബെയിലി പാലത്തിലൂടെ സൈനിക ട്രക്കുകൾ, അതായത് ആവശ്യമായ ഉപകരണങ്ങളുമായുള്ള സൈനിക ട്രക്കുകളും ഒപ്പം തന്നെ ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ആംബുലൻസുകളും ഈ പാലത്തിലൂടെ 1 മണിക്കൂറിന് ശേഷം കടത്തിവിടും എന്നുള്ളതാണ് സൈനികർ പറയുന്നത്. സൈനിക എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ ഉച്ചയ്ക്ക് 1 മണി വരെയെങ്കിലും ആകുമെന്നുള്ളതാണ്. എന്നാൽ രാവിലെ 10 മണിക്കുള്ളിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. ഈ അവസാനവട്ട ജോലികളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ സൈനികരിൽ നിന്ന് നമ്മളോട് പറഞ്ഞത്. ഈ ബെയിലി പാലത്തിലൂടെ ഇവർ ഘട്ടത്തിൽ കടത്തിവിടാൻ സാധിക്കുക സൈനിക ട്രക്കുകളും ഒപ്പം തന്നെ ഈ ആംബുലൻസുകളുമാണ്. അത് 1 മണിക്കൂറിനുള്ളിൽ, അതായത് 1 മണിക്കൂറിന് ശേഷം ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കടത്തിവിടാനാകുമെന്നുള്ളതാണ്. എന്തായാലും അതോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം അത് 10 മടങ്ങ് ഉയർത്താൻ സാധിക്കും. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ മുണ്ടക്കയിലുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാന തടസ്സം എന്നുള്ളത് ഈ ഉപകരണങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ആവശ്യമായ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ ഇടപെട്ട രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ജീവനോടുകൂടിയായാലും അല്ലാതെയുമുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരെ പുറത്തെത്തിക്കണമെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ സംവിധാനങ്ങളിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ ഈ മുണ്ടക്കയിൽ നിന്ന് ഇങ്ങോട്ട് അവർ സ്ട്രക്ചർ നടത്തിക്കൊണ്ടുവരണം. സ്ട്രക്ചർ ഉപയോഗിച്ച് സൈനികർ എത്തിക്കണം. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അവിടെ നിന്നുള്ള വാഹനം എത്തിച്ച് ഈ ചെറിയ ബ്രിഡ്ജിലൂടെ കടത്തി മറുവശത്ത് എത്തിക്കണം. ഈ ജീവനോടുകൂടിയായാലും അല്ലാതെയുമുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരെ പുറത്തെത്തിക്കണമെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ സംവിധാനങ്ങളിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ ഈ മുണ്ടക്കയിൽ നിന്ന് ഇങ്ങോട്ട് അവർ സ്ട്രക്ചറിൽ നടത്തിക്കൊണ്ടുവരണം. സ്ട്രക്ചർ ഉപയോഗിച്ച് സൈനികർ എത്തിക്കണം. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അവിടെ നിന്നുള്ള വാഹനം എത്തിച്ച് ഈ ചെറിയ ബ്രിഡ്ജിലൂടെ കടത്തി മറുവശത്ത് എത്തിച്ചാണ് ആംബുലൻസിൽ ആശുപത്രികളിലേക്ക് മാറ്റുന്നത്. അതിനൊരു മാറ്റം വരും. ഈ ബെയിലി പാലം തയ്യാറായാൽ തുടരും.